ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഓക്കെ, സോ നമ്മൾ 2025 കാലെടുത്ത് വെക്കുകയാണ് അല്ലേ? ഓക്കെ, ഞങ്ങളിവിടെ UAE-ലും ഒരുപാട് സ്ഥലത്ത് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ UAE-ന്റെ പല ഭാഗത്ത്, അബുദാബിയിലാവട്ടെ, ദുബായിലാവട്ടെ, റാസൽ ഖൈമയിലാവട്ടെ, ഷാർജയിലാവട്ടെ, UAE-ന്റെ പല ഭാഗങ്ങളിൽ ഫയർ വർക്ക്സും സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ ഏറ്റവും കൂടുതൽ ടൈം ഉണ്ടായിരുന്നത് അബുദാബി തന്നെ ആയിരുന്നു. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഏരിയയിൽ ഉണ്ടായിരുന്നത് റാസൽ ഖൈമയിൽ ഉണ്ടായിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എപ്പോഴും അവർ കടത്തി വെട്ടുന്നതാണ്. അപ്പോൾ ഏതായാലും ഇന്നലെ ഞാൻ റാസൽ ഖൈമയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ 4 മണിയാവുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവിടെ ട്രാഫിക്കിലാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ ട്രാഫിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻസലാക്കി. പിന്നെ ബുർജ് ഖലീഫയിൽ പോകണം കരുതി. പക്ഷെ അവിടെയും ഏകദേശം ആ സമയമാകുമ്പോഴത്തേന് ഒരുപാട് റോഡുകളൊക്കെ ക്ലോസ് ചെയ്ത് ഓക്കെ ആ ഏരിയകളിലൊക്കെ കംപ്ലീറ്റ് ക്രൗഡായിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്വന്തം നാട്ടിൽ ഷാർജയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഷാർജ ബീച്ചിലായിരുന്നു കേട്ടോ. ഷാർജയിൽ തന്നെ പല ഭാഗങ്ങളായിട്ട് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. മജാസ് കോർണിഷിൽ, ഹോർഫക്കാൻ ബീച്ചിൽ, അതുപോലെ തന്നെ അൽജദ പാർക്കിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള അൽഹിറ ബീച്ച്. അത് ഏകദേശം ഒരു 10 മിനിറ്റോളം ഉള്ള ഫയർ വർക്ക്സ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു. ഏകദേശം ഒരു 10 മണിയാവുന്ന സമയത്ത് തന്നെ ട്രാഫിക് സ്റ്റാർട്ട് ചെയ്ത് പാർക്കിംഗ് സ്ലോട്ടുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നല്ല സംഭവബഹുലമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ രാത്രി. മറ്റൊരു വിശേഷമുള്ളത് സന്തോഷ് ട്രോഫി ഫൈനലായിരുന്നു ഇന്നലെ. കേരളവും വെസ്റ്റ് ബംഗാളായിരുന്നു. വെസ്റ്റ് ബംഗാൾ 1 ഗോളിന് കേരളത്തിനെതിരെ ജയിച്ചു കേട്ടോ. അപ്പോൾ അത്രയാണ് എന്നുള്ളത്. നാളത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.